ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോ എമ്പുരാൻ എമ്പുരാൻ കണ്ടു സുഹൃത്തുക്കളെ. എമ്പുരാനെ കുറിച്ച് എന്ത് പറയണമെന്ന് അറിയില്ല, കാരണം പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. ബ്രഹ്മാണ്ഡ ചിത്രം എന്ന് പറഞ്ഞ് ബ്രഹ്മാണ്ഡ ചിത്രം ആയിരിക്കണമെന്ന് നമ്മളൊക്കെ കരുതി. പക്ഷെ അത് സത്യമായിരിക്കുന്നു. ഇത് മലയാള സിനിമയിലെ ആദ്യത്തെ ബ്രഹ്മാണ്ഡ ചിത്രം തന്നെയാണ് എമ്പുരാൻ. തള്ളുകൾ എന്ന് പറഞ്ഞ് നമ്മൾ തള്ളിക്കളഞ്ഞതൊക്കെയും സത്യമായിരിക്കുന്നു. എമ്പുരാൻ എ റിയൽ ഹോളിവുഡ് മൂവി. മലയാള സിനിമയിൽ ഇതുവരെ മലയാളികൾ കണ്ടിട്ടില്ലാത്ത ദൃശ്യാവിഷ്കരണമാണ് എമ്പുരാനിൽ ഉണ്ടായിട്ടുള്ളത്. ലാലേട്ടൻ എന്ന് പറയുന്ന മഹാപ്രതിഭയുടെ ആറാട്ട് തന്നെയാണ് എമ്പുരാൻ. ഈ സിനിമയിലെ ലാലേട്ടൻ നമ്മുടെ ലാലേട്ടനാണോ എന്ന് പലപ്പോഴും ചിന്തിച്ചു പോകുന്ന രീതിയിലുള്ള ക്യാരക്ടർ മേക്കിംഗ് ആണ് നടന്നിരിക്കുന്നത്. ലാലേട്ടൻ റിയൽ ഖുറേഷി എബ്രഹാമായി മാറുന്ന കാഴ്ചയാണ് നമുക്ക് ഈ സിനിമയിൽ കാണാനായിട്ട് കഴിയുന്നത്. അദ്ദേഹത്തിന്റെ ഓരോ സീനിലും അദ്ദേഹം എടുത്തിരിക്കുന്ന എഫർട്ട് അത് അവിശ്വസനീയം തന്നെയാണ്. ഈ ബ്രഹ്മാണ്ഡ ചിത്രത്തിൽ പല ട്വിസ്റ്റുകളും അതുപോലെ തന്നെ പല ഹിഡൻ മൂവ്മെന്റ്സും ഉണ്ട്. അതൊന്നും ഞാൻ എന്റെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തി, കാരണം നിങ്ങൾ അത് തിയേറ്ററിൽ പോയി തന്നെ അനുഭവിക്കേണ്ടതാണ്. നമ്മുടെ വീഡിയോയിലൂടെ നിങ്ങൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിയേറ്ററിൽ എത്തുമ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് കിട്ടാതായി പോകും. പിന്നെ നമ്മുടെ പൃഥ്വിരാജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു വലിയ ക്യാരക്ടറാണ് അദ്ദേഹം ഈ സിനിമയിൽ ചെയ്തിരിക്കുന്നത്. സയ്യിദ് മസൂദ് എന്ന ക്യാരക്ടർ, അതൊക്കെ നിങ്ങൾക്ക് തിയേറ്ററിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ പറ്റും. പക്ഷെ പറയേണ്ടതായിട്ടുള്ളത്, നമ്മുടെ മലയാള സിനിമയിൽ ഇന്ന് ലോകത്തിലുള്ള എല്ലാ ടെക്നോളജിയും ഉപയോഗിച്ച് ഹോളിവുഡ് ടച്ചിൽ തന്നെ സിനിമ എടുക്കാൻ പ്രാപ്തനായ സംവിധായകനാണ് പൃഥ്വിരാജ് എന്നുള്ളത് അദ്ദേഹം എമ്പുരാനിലൂടെ തെളിയിച്ചിരിക്കുകയാണ്. പിന്നെ ഈ സിനിമയിലെ ഓരോ ക്യാരക്ടറുകളും, ടൊവിനോ തോമസ് ആയിരുന്നാലും അതുപോലെ മഞ്ജു വാര്യരായിരുന്നാലും സായ് കുമാർ, അതുപോലെ ഹോളിവുഡിൽ നിന്നുള്ള ആൻഡ്രിയ തിബാഡർ, അങ്ങനെ എല്ലാവരും ഞെട്ടിച്ചു കളഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു രീതിയിലുള്ള ലാഗോ ബോറടിയോ ഒന്നും ഇല്ലാതെ തന്നെ നമ്മളെ പിടിച്ചിരുത്തുന്ന രീതിയിലാണ് ഈ ചിത്രം മേക്ക് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ സിനിമയിലെ ഒളിഞ്ഞിരിക്കുന്ന ഡ്രാഗൺ, ഞാനത് എന്തായിരുന്നാലും എന്റെ വീഡിയോ കൂടെ റിവീൽ ചെയ്യുന്നില്ല, കാരണം അത് തിയേറ്ററിൽ പോയി കണ്ട് ഞെട്ടേണ്ടതാണ്. പക്ഷേ എന്നിരുന്നാലും ഇതിനോടകം തന്നെ അതൊക്കെ സോഷ്യൽ മീഡിയയിൽ എത്തിയിട്ടുണ്ടാകും. ആ ഡ്രാഗണിലെ ഒളിഞ്ഞിരിക്കുന്ന കഥാപാത്രം നമ്മളെല്ലാം ഞെട്ടിക്കും എന്നുള്ളത് ഉറപ്പാണ്. എമ്പുരാന്റെ ഒന്നാമത്തെ ഭാഗമായിട്ടുള്ള ലൂസിഫറിൽ ഇന്ദ്രജിത്ത് അവതരിപ്പിച്ച കഥാപാത്രമായിട്ടുള്ള ഗോവർദ്ധനൻ, ആ ഗോവർദ്ധനൻ പോലും ഞെട്ടുന്ന രീതിയിലാണ് അബ്രഹാം ഖുറേഷി അവതരിക്കുന്നത്. ഖുറേഷി എബ്രഹാമിനെയും ആരും ഞെട്ടുന്ന ഖുറേഷി എബ്രഹാമിന്റെ ലോകത്തെയും കുറിച്ച് വ്യക്തമായി തന്നെ ചിത്രത്തിൽ വരച്ചു കാട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പൃഥ്വിരാജിന്റെ സയ്യിദ് മസൂദ് എന്ന ക്യാരക്ടർ, ആ ക്യാരക്ടറിന്റെ ജീവചരിത്രം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ചിത്രം കടന്നു പോകുന്നത്. എന്തായിരുന്നാലും മലയാളികൾ ഒന്നടങ്കം ഈ സിനിമ കാണും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ കൂടുതലായിട്ട് വലിയൊരു റിവ്യൂവിന്റെ ആവശ്യമില്ല. വർഷങ്ങൾക്ക് ശേഷം മലയാള സിനിമയുടെ ഒരു തിരിച്ചുവരവ് അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പ് എന്നൊക്കെ പറയാൻ കഴിയും. കാര്യം ഇത്രത്തോളം തിയേറ്ററുകളിലെ തിരക്ക്, അതുപോലെ തന്നെ ഒരു സിനിമ എന്ന് പറയുമ്പോൾ അത് തരംഗമായി മാറുകയും ചെയ്യുന്ന കാലഘട്ടം വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. പക്ഷെ അത് തിരിച്ചു വന്നിരിക്കുന്നു എമ്പുരാനിലൂടെ. അപ്പോ എന്തായിരുന്നാലും എല്ലാവരും ഫാമിലിയോടുകൂടി തിയേറ്ററിൽ തന്നെ പോയി എമ്പുരാൻ ആസ്വദിക്കുക. ഓക്കെ, താങ്ക് യു.